എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു ഗ്ലൂ റെസിപ്പിയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സ്പൂൺ ലിക്വിഡ് എടുത്തിട്ടുണ്ട്. അത് ഡിഷ് വാഷ് ലിക്വിഡാണ് എടുത്തത്. നമ്മൾ പാത്രം കഴുകുന്ന ആ ഒരു ലിക്വിഡില്ലേ, അതാണ് എടുത്തത്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ആ വീഡിയോയിൽ ഇങ്ങനത്തെ ഒരു റെസിപ്പി കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വന്നപ്പോൾ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. അപ്പം ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ്, അതായത് ഈ ലിക്വിഡിൻ്റെ ആ ഒരു കളറൊന്ന് ചെറുങ്ങനെ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ അതൊരു ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും, ഒരു യെല്ലോ കളറായിട്ട് മാറും. ലിക്വിഡ് തന്നെ യെല്ലോ ആണ്, പക്ഷെ അത് ഗ്ലാസ് പെയിൻറ്റ് പോലെ ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ലിക്വിഡായിരുന്നു. നമ്മൾ ഉപ്പ് ആഡ് ചെയ്തപ്പോൾ അതിൻ്റെ കളറ് മാറി. എന്നിട്ട് അതിലേക്ക് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ പൗഡർ മേ ബി തിക്നെസ്സിന് വേണ്ടിയിട്ടാവാം, എനിക്കറിയില്ല. അപ്പം പൗഡർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് മൂന്നും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഗ്ലൂവിൻ്റെ കൺസിസ്റ്റൻസിയില്ലേ അതുപോലെ ആക്കി എടുക്കണം. പിന്നെ ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ ആൻ മരിയയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ആൻ മരിയ. ഞാൻ ടെസ്റ്റ് ചെയ്യാനായതുകൊണ്ട് കുറച്ച് മാത്രമേ ലിക്വിഡ് എടുത്തിട്ടുള്ളൂ, വെറുതെ വേസ്റ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഗ്ലൂ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഷീറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. 2 പീസ് പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഈ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ച് നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഗ്ലൂ വെച്ചിട്ട് ഇത് നല്ലവണ്ണം ഒട്ടുന്നുണ്ട്, നല്ലപോലെ സ്റ്റിക്കായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതേ സംഭവം കാർഡ്ബോർഡിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 2 പീസ് കാർഡ്ബോർഡ് എടുത്തിട്ട് ഇതേപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു സംഭവം നമ്മൾ ചെയ്യുമ്പം ഇത് രണ്ടും ഇപ്പം നിങ്ങൾക്ക് കാണാം, അത് സ്റ്റിക്കായി നിൽക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉണങ്ങി കഴിയുമ്പം ഇത് ഇളകി വരുന്നുണ്ട്. മീൻസ് ഉണങ്ങി കഴിയുമ്പോൾ ശരിക്കും ഇവിടെ ഒരു ഗ്ലൂ ഉണ്ടായിരുന്നു എന്ന് തന്നെ ഇല്ല. അപ്പം ഇത് വർക്കിംഗ് റെസിപ്പി അല്ല, എനിക്ക് വർക്കായിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളിത് ട്രൈ ചെയ്യേണ്ട. അപ്പം എപ്പോഴും നമ്മൾ വർക്കിംഗ് റെസിപ്പീസ് ആണല്ലോ ഇടാറ്, അതുകൊണ്ട് ഒരു ട്രൈ ചെയ്തിട്ട് വർക്ക് ആവാത്തത് കണ്ടപ്പോൾ അതും കൂടെ ഇടാമെന്ന് വെച്ചു. അപ്പോൾ ഇതുപോലത്തെ ടെസ്റ്റിംഗ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇടാം. കാരണം ഇതുപോലത്തെ ഒരുപാട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ അവസ്ഥയായിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.